വെൽക്കം ബാക്ക് ടു എറ്റ് അനദർ വീഡിയോ ഓഫ് collegemunshi.com. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അലൈഡ് ഹെൽത്ത് സയൻസ് സെക്ടറിലെ വളരെ ഡിമാൻഡിംഗ് ആയിട്ടുള്ള കോഴ്സായിട്ടുള്ള BSc AT ആൻഡ് OT എന്ന കോഴ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ കോഴ്സ് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. മാത്രമല്ല ഇതിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ വാട്സപ്പ് ചാനൽ ത്രൂ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മറക്കാതെ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ചാനലിൽ ജോയിൻ കൂടി ചെയ്യുക. അപ്പോൾ എന്താണ് BSc AT ആൻഡ് OT എന്ന് പറയുന്നത്? അനസ്തേഷ്യ ടെക്നോളജി ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ. ഇനി അനസ്തേഷ്യ മാനേജ്മെൻറ്റ് ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ എൻവയോൺമെൻറ്റ് എന്നീ സെക്ടറുകളിലേക്ക് സ്റ്റുഡൻസിനെ ട്രെയിൻ ചെയ്യിക്കുന്ന ഒരു കോഴ്സാണ് ഇത്. 4 വർഷം ഡ്യൂറേഷനുള്ള ഒരു കോഴ്സായിട്ടാണ് നിങ്ങളിത് പഠിക്കേണ്ടി വരുന്നത്. അതിൽ 3 വർഷം നിങ്ങൾ ക്ലാസ് ബേസ്ഡ് ആയിട്ടും അല്ലെങ്കിൽ തിയറി ആൻഡ് പ്രാക്ടിക്കൽ ബേസ്ഡ് ആയിട്ടും 1 വർഷത്തെ കമ്പൽസറി ഇൻറ്റേൺഷിപ്പ് കൂടി ചെയ്യേണ്ടതായിട്ട് വരും. മാത്രമല്ല നിങ്ങളിതിന് എലിജിബിൾ ആവണമെന്നുണ്ടെങ്കിൽ +2 ബയോളജി സയൻസിൽ 60% കുറയാത്ത മാർക്ക് നിങ്ങൾക്കുണ്ടായിരിക്കണം. ഇനി ഇതിൻ്റെ സിലബസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അനസ്തേഷ്യോളജി ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി എന്നീ 2 കോഴ്സുകൾ കമ്പൈൻഡ് ആയിട്ട് വരുന്ന ഒരു കോഴ്സാണ് ഇത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ അനസ്തേഷ്യയെ പറ്റിയും ഓപ്പറേഷൻ തിയേറ്ററിനെ പറ്റിയും പഠിക്കേണ്ടതായിട്ട് വരും. ഇനി ഇതിൽ മെയിനായിട്ട് എന്തെല്ലാം സബ്ജക്ട്സ് അല്ലെങ്കിൽ കോർ സബ്ജക്ട്സ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ളതൊന്ന് നോക്കാം. അനാട്ടമി ആൻഡ് ഫിസിയോളജി, അനസ്തേഷ്യ ടെക്നിക്സ് ആൻഡ് എക്യുപ്മെൻറ്റ്, സർജിക്കൽ പ്രൊസീജിയർ ആൻഡ് ടെക്നിക്സ്, പേഷ്യൻ്റ് മോണിറ്റർ ആൻഡ് ക്രിട്ടിക്കൽ കെയർ, മെഡിക്കൽ എത്തിക്സ് ആൻഡ് പ്രൊഫഷണലിസം, മൈക്രോബയോളജി ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ, അനസ്തേഷ്യ ഫോർ സ്പെഷ്യൽ പോപ്പുലേഷൻസ്, പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ, ഓപ്പറേഷൻ തിയേറ്റർ മാനേജ്മെൻറ്റ്, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റെഗുലേഷൻ, ബേസിക് ലൈഫ് സപ്പോർട്ട് ആൻഡ് അഡ്വാൻസ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട്. ഈ ഒരു കോഴ്സ് പഠിച്ച് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻ ആവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലി അല്ലെങ്കിൽ ജോബ് റോള് വരുന്നത് എന്തായാലും ഓപ്പറേഷൻ തിയേറ്ററിന് ഉള്ളിലായിരിക്കും. കാരണം അവിടെ പേഷ്യൻസിനെ കെയർ ചെയ്യുക, ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുക, ഡോക്ടേഴ്സിനെ ഒരു സർജറിയിൽ അസിസ്റ്റ് ചെയ്യുക, പിന്നെ സർജിക്കൽ എക്യുപ്മെൻറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യുക, മാനേജ് ചെയ്യുക, ഇതെല്ലാം നിങ്ങളുടെ ഡ്യൂട്ടിയിലായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പഠിക്കുന്ന സിലബസിൽ ഉറപ്പായും നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സ്പോഷർ തരുന്നതായിരിക്കും. കാരണം ഒരു ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അകത്ത് ഏറ്റവും വേണ്ടത് പ്രാക്ടിക്കൽ നോളജാണ്. അതിന് നിങ്ങളെ എലിജിബിൾ ആക്കുന്ന ഒരു കോഴ്സാണ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ഇനി ഒരു അനസ്തേഷ്യ ടെക്നോളജിസ്റ്റ് ആയിട്ടാണ് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ മെയിനായിട്ടും നിങ്ങളുടെ ജോബ് റോളിൽ വരുന്നത് പെയിൻ മാനേജ്മെൻ്റ് ആണ്. അതായത് അനസ്തേഷ്യ എന്താണെന്ന് നമുക്കറിയാം. ഒരു സർജറിക്ക് തൊട്ട് മുൻപോ അതിനുശേഷമോ നമുക്ക് ആ ഒരു പെയിൻ റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് താൽക്കാലികമായി നമുക്ക് ഒരു ഇഞ്ചക്ഷൻ വഴി ഒരു ഡോസ് തരുന്നു, അല്ലെങ്കിൽ നമ്മളെ മരവിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് അനസ്തേഷ്യ എന്ന് പറയുന്നത്. അതൊരു സർജറിയിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടുമാണ്. അതായത് ഒരു പേഷ്യൻറ്റിന് എത്ര അളവിലുള്ള ഡോസ് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു അനസ്തേഷ്യ കൊടുത്തതിന് ശേഷം എത്ര നേരം വരെ ആ ഒരു പേഷ്യൻ്റ് ഒരു മയക്കത്തിലേക്ക് പോവാം, ഇതെല്ലാം അറിയുന്നത് ഒരു അനസ്തേഷ്യ ടെക്നീഷ്യന് മാത്രമാണ്. അപ്പോൾ നിങ്ങളുടെ ജോബ് റോൾ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിലും വരാം, അതിനുശേഷം ഉള്ള പേഷ്യൻ്റ് കെയറിലും നിങ്ങൾ ഒരു പാർട്ടാണ്. ഇനി ഈ ഒരു കോഴ്സ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് 2 ബെനിഫിറ്റാണ് കിട്ടുന്നത്. അതായത് നിങ്ങൾ അനസ്തേഷ്യ ടെക്നോളജി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ കെയർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളോ ആണെങ്കിൽ ഈ ഒരു കോഴ്സ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതിലൂടെ ഇത് രണ്ടും നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നു. ഇനി BSc അനസ്തേഷ്യ ടെക്നോളജിയോ അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററോ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങളുടെ മനസ്സിലൊന്ന് വെക്കുക. ഈ ഒരു കോഴ്സും ജസ്റ്റ് നിങ്ങളൊന്ന് റിമൈൻഡ് ചെയ്യുക. ഇനി ഈ ഒരു കോഴ്സ് വളരെയധികം പ്രാക്ടിക്കൽ എക്സ്പോഷറോട് കൂടി നിങ്ങൾ പഠിക്കേണ്ട ഒരു കോഴ്സാണ്. കാരണം നിങ്ങളുടെ ഡ്യൂട്ടി എന്തായിരുന്നിരുന്നാലും ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിലും പുറത്തും ഒക്കെ ആയിട്ട് വരുന്നതായതുകൊണ്ട് തന്നെ പ്രാക്ടിക്കൽ നോളജ് വളരെയധികം മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കോഴ്സ് കൂടിയാണ് ഇത്. അപ്പോൾ നിങ്ങൾ കോളേജ് ചൂസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും വളരെ കെയർഫുൾ ആയിരിക്കണം. നിങ്ങൾക്ക് എല്ലാ പ്രാക്ടിക്കൽ നോളജും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഹോസ്പിറ്റൽ ഉള്ള ഒരു ക്യാമ്പസ് ആണോ എന്ന് നോക്കി വേണം നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാനായിട്ട് സാധിക്കും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് വേറൊന്നുമല്ല, താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. മാത്രമല്ല ഇതിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും ഞങ്ങളുടെ വാട്സപ്പ് ചാനൽ ത്രൂ നൽകുന്നുണ്ട്. അപ്പോൾ മറക്കാതെ ചാനലിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക.